ഹലോ കൂട്ടുകാരെ, സുഖമാണോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് വരാണ്ടായത്. കുറച്ച് ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ പണിക്കുള്ള സമയത്ത് വീഡിയോ ആയിട്ട് വരുമല്ലോ. അത് ഇപ്പോൾ ഒരാഴ്ച വരാണ്ടായത് മകനും മകൻ്റെ ഭാര്യയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന്. പിന്നെന്താ പറയുക, അവർ ഇവിടെ ഇല്ല, കോട്ടയത്തായിരുന്നല്ലോ. ഞാൻ രാത്രി രാത്രി ഒരു ക്രീം കിട്ടുന്നു. ശരിയാണ്. അപ്പോൾ ഒരു ക്രീം ഇടണം, അല്ലെങ്കിൽ ശരിയാവില്ല. കരിമങ്ങലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്താ പറയുക, രാത്രി ഒരു ക്രീം ഇടണം എപ്പോഴും. ഞാനിപ്പോൾ അപ്പോൾ 9 മണിക്കാണ് കേട്ടോ വീട്, രാത്രി 9 മണിക്കാണ് വീട് എടുക്കുന്നത് കേട്ടോ. കാര്യം ഇത്ര സമയം പണിയില്ലായിരുന്നു, ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന്. പിന്നെ പട്ടി പൂച്ച പറഞ്ഞിരിക്കല് ഭക്ഷണം കൊടുത്ത് വീടെല്ലാം അടിച്ചെടുത്തടിച്ച് ഞാൻ ഭക്ഷണമാക്കി അതെല്ലാം കഴിച്ച്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ വിചാരിച്ചെന്ന് രാത്രി ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒരാഴ്ച എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പണിക്ക് പോകുമ്പോൾ സമയത്ത് ഞാൻ പ്രേക്ഷകരെടുത്ത് പറയുമല്ലോ. ഒരാഴ്ച പറയണ്ടായത്. പിന്നെ മോനും മോൻ്റെ ഭാര്യയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1-ാം തീയതിക്ക് 2026 ജനുവരി 1-ാം തീയതിക്ക് വന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. 3 കൊല്ലമായി എൻ്റെ മകൻ എൻ്റെ അടുത്തില്ല, അവരുടെ അടുത്താണ് ഉള്ളത്. പിന്നെ വിളിക്കലോ പറയലോ ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണം. എൻ്റെ ചെറുതാകുമ്പോഴേ അവൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അവൻ ചെറുതാകുമ്പോൾ തന്നെ ഞാൻ ഇത്ര വലിയ അവനൊക്കെ പോയിട്ട് വളർത്തി പഠിപ്പിക്കുകയെല്ലാം ചെയ്തു. നമ്മൾ ജോലി എടുത്തിട്ട് തന്നെ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. വലുതാകുമ്പോൾ നമുക്കൊരു താങ്ങും തണലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയാകാനായി അവൻ ജോലിക്കെല്ലാം പോകേണ്ട സമയമായപ്പോൾ അവൻ നമ്മുടെ അടുത്തില്ല. അവൻ വേറെ ഏതോ ഒരു വീട്ടിൽ പോയി പെട്ടുപോയി. അങ്ങനെ 3 കൊല്ലം 2022 പോയിട്ട് പിന്നെ ഇപ്പോൾ ഈ 1-ാം തീയതിക്ക് ജനുവരി 26 അവൻ പൊങ്ങി ഇവിടെ വന്നിട്ട് ഒരാൾ രാവിലെ വന്നു, ഒരാൾ രാത്രി വന്നു. അവള് വരുമ്പോൾ സമയത്ത് രാത്രി 11 മണിക്ക്, അവൻ രാവിലെ ഇവിടെ വന്ന ശേഷം വന്നാൽ ഞാൻ വിചാരിച്ച് ആദ്യമായിട്ട് വരികയല്ലേ. അപ്പോൾ ഇവനും ആദ്യമായിട്ടാണ്, അവളും ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ 3 കൊല്ലം ശേഷം വരുമെന്ന് ഞാൻ വെച്ച് സന്തോഷത്തിൽ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവർ എന്തൊക്കെയോ കണക്കൂട്ടിയിട്ട് വന്നതെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് ഒരാൾക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് രാത്രി 12 മണിക്കുണ്ട് ഇവള് വരുന്നു. അവൻ പകല് ഒരു 11 മണിയോളൊക്കെ അവനും വന്നു. ഇവള് രാത്രി 11 മണിക്ക് വന്നിട്ട് സുഹൃത്തുക്കളെ, അന്നൊരു പിന്നെ രാത്രി ആയല്ലോ. പിറ്റേ ദിവസം നേരം കൊടുത്ത ജനുവരി 1-ാം തീയതി വർക്ക്. അങ്ങനെ ഞാൻ രാവിലെ പിന്നെ രാത്രി ഇന്നലെ ഉറങ്ങിയല്ലോ. ഞാൻ അപ്പോൾ അതുപോലെ എണിച്ച് രാവിലെ 5:30 മണിക്ക് എണിച്ച് വീട്ടിലത്തെ പണിയെല്ലാം ഒരുങ്ങി. ഇപ്പോൾ അവർ പറഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം കൂടുതലാക്കണല്ലേ. ഞാൻ എനിക്കാകുമ്പോൾ ഒറ്റയ്ക്കാക്കി മതിയല്ലോ. അപ്പോൾ ഇവരും വന്നാലും വെച്ചിട്ട് പിന്നെ രാവിലത്തുള്ള നാസ്ത് കറി, ചോറ്, ഉച്ചക്കറിയുള്ള ചോറ്, അതിനുള്ള കറി എല്ലാം ആക്കി വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി.
ജോലിക്ക് പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരു 10 മണിയാകുമ്പോണ്ട്, ഞാൻ 8:30 പോകല. ഒരു 10 മണിയാകുമ്പോണ്ട് എന്നെ ഇവൻ വിളിയോട് വിളി. എനിക്ക് ജോലി എടുക്കാൻ കഴിയില്ല ഫോൺ വന്നിട്ട്. അപ്പം പിന്നെന്താ പറഞ്ഞു വെച്ചിട്ട്, അമ്മ ഇവിടെ വന്നിട്ട് അടിയും വിളിമലയിലാക്കി. ഞാനിപ്പോൾ ഈ കോട്ടേഴ്സിൽ 10-16 കൊല്ലം നിൽക്കുന്നുട്ടാ. അപ്പോൾ വാങ്ങിയൊരു ക്ലോക്ക്, നല്ലൊരു ക്ലോക്കാണത്. ആ ക്ലോക്കല്ലേ ഇവള് എറിഞ്ഞു പൊട്ടിച്ച് ഒരേ വഴക്കും കുലുമാലുമായിട്ട് നിൽക്കുന്നു. പിന്നെ അതുമല്ല, പിന്നെ പറയുന്നുണ്ടായിരുന്നു, അമ്മ അവള് ഭക്ഷണത്തിൽ എന്തൊക്കെയോ കലക്കി അവിടെ വെക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയിട്ട് രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ, അതിൽ കൊന്ത് കലക്കാനാണ്. അല്ല, അവൾ എന്തോ ഇട്ട് ഭക്ഷണത്തിൽ കറിയിലിട്ട് എടുക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ജോലിയുടെ ദൂരമല്ല എടുക്കുന്നത്. പിന്നെ എനിക്ക് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. ജോലി എടുക്കുന്നിടത്ത് എൻ്റെ കൈകാലെല്ലാം കൊടുവിടുന്നൊക്കെ ഞാനാണ് കുറയ്ക്കാൻ തുടങ്ങി. കാരണം നമ്മളെല്ലാം ആദ്യമായിട്ടുള്ള അനുഭവം, നമുക്ക് ഇങ്ങനത്തെ അനുഭവം വന്നിട്ടില്ല. നമ്മൾ സമാധാനത്തിൽ ജോലി എടുത്തിട്ട് ഞാൻ ജീവിച്ചു പോകുന്ന ഒരാളാണ്. പിന്നെ വാടക കൊടുത്തിട്ട്, വാടകയാണോ എനിക്ക് ഇവിടുത്തെ വാടകയുണ്ട്, കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, ഇതെല്ലാം കൊടുത്ത് ഞാൻ ജീവിച്ച് പോകുന്നു. അതിൻ്റെ കൂടെ എൻ്റെ വീട്ടിന് പുതിയ വീട് വെക്കാൻ എടുത്ത ലോണ് ഇതെല്ലാം അടച്ചിട്ട് ഞാൻ പോകുന്നത്. 1 മാസം ലോൺ അടച്ച, ഒരു മാസം ഞാൻ വാടക കൊടുക്കും. അങ്ങനെ ഞാൻ ജീവിച്ച് പോകുന്നു കേട്ടോ. ഞാൻ കൊടുക്കുന്ന വീട്ടിൽ വന്നിട്ട് ഇവിടെ ഒരുപാട് തോന്നിയ കാണിച്ച് കുൽമാലായി. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല. പിന്നെ എൻ്റെ അടുത്തൊന്നും എന്നെ വിളിക്കുന്നു, ഇവിടെ ഒച്ചപ്പാടും കുൽമാലെല്ലാം കേട്ടിട്ട്. അപ്പോൾ ഈ കലക്ക് വെച്ചപ്പോൾ പിന്നെ എന്ത് ചെയ്ത്, ഇവിടെ പുറത്ത് വന്നിട്ടില്ല. അങ്ങനെ വിളി വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ്, അടുത്തുള്ളവർ പറഞ്ഞു നിങ്ങളൊന്ന് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വേഗം പോലീസിനെ വിളിച്ചിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ 2 പേര് പിടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയി എൻ്റെ സുഹൃത്തുക്കളെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ പോയിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഞാൻ പണി കഴിഞ്ഞ് 4-4:30 സ്റ്റേഷനിൽ ഇത്ര അവർ കൊണ്ടും പറഞ്ഞു. എന്നോട് പറഞ്ഞു, അവിടെ ആൾക്കാർ വരുന്നത് നിങ്ങളിവിടെ നിർത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ പിടിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഉദ്ദേശിച്ചത് കൂടെ ഗ്യാസും കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ, അതെന്തെങ്കിലും ചെയ്യുന്ന വെച്ച് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരെ അത് കേട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. ഞങ്ങൾ 6:30 ഓട്ടോ പിടിച്ചിട്ട് ഞാനും എൻ്റെ മോനും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു. ഇവള് വീട്ടിൻ്റെ അടുത്തെത്താനായപ്പോൾ എനിക്ക് പുറത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഒറ്റയ്ക്ക് കടപ്പുറം പോയിട്ട് രാത്രി 12:30 മണിക്കുണ്ട് വരുന്നു. എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എത്ര കുട്ടികളുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവത്തിൽ എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ പറയുന്നു. ഈ ജനുവരി 1-ാം തീയതി അങ്ങനെ എന്താ പറയുക, 12:30 മണിക്കുണ്ട് ഇവള് വിളിക്കുന്നു. ഞാനിട്ട് അപ്പം തന്നെ പോലീസിനടുത്ത് പറഞ്ഞു, ഇവിടെ ഇല്ലേ, അവള് കടപ്പുറത്ത് എവിടെ വരും, ഞങ്ങളെ വിളിക്കേണ്ടപ്പോൾ ഞങ്ങൾ എന്താ സാറേ ചെയ്യുക, നിങ്ങളെല്ലാം പറഞ്ഞ് അറിയാൻ കൊടുക്കാൻ വേണ്ടി കണക്കിൽ ഞങ്ങൾ അറിയാൻ കൊടുത്തു. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങി പോലെയെന്ന് പറഞ്ഞു. ഇവൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട് തോന്നുന്നു. എല്ലാണ്ട് ഒരു വീട്ടുകാർ ഇങ്ങനെ അക്രമം ചെയ്യില്ലല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ട് തോന്നുന്നു. ഇവിടെ വീട്ടുകാരുടെ ആരും നമ്പർ എൻ്റെ അടുത്തുള്ള വീട്ടുകാരായിട്ട് ഒരു ടച്ച് ഞാനില്ല. ഇവിടെ വീട്ടുകാരായിട്ടോ ആരായിട്ടില്ല, ഇവരായിട്ടില്ല. ഇവളെ കൂടെ വന്നപ്പോഴല്ലേ, ഇവളുടെ കൂടെ ഞാനും ഇരുന്നിട്ടില്ല, എൻ്റെ കൂടെ അവൾ ഇരുന്നിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളായി. അങ്ങനെ 10 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 ദിവസമായിട്ടുള്ള അവൾ പോയിട്ട് വരുന്നത്. ഇപ്പോൾ അവൾ അവിടെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ രാത്രി 9 മണിക്ക് വീഡിയോ എടുക്കുക, ഞാൻ ഇന്ന് എടുക്കുക, പ്രേക്ഷകർക്ക് കൂടെ ഒന്ന് അറിയിക്കണം. എന്നിട്ട് എൻ്റെ ഒരു അനുഭവം, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ്. ഞാൻ ആകെ ഇതുപോലെ പേടിച്ച കാലം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് രാത്രിയിൽ ഉറങ്ങും, എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി രാത്രി ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, കത്തയിലെടുത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതെല്ലാം ചെയ്തു. പിന്നെ ഗ്യാസ്, അത് രാത്രി 2-3 ദിവസം എനിക്ക് നല്ല പേടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്യാസ് നോക്കും. ഞാൻ കിടക്കുന്ന റൂം പൂട്ടും. കാര്യം വിളക്ക് എന്താ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ പിന്നെ പ്രേക്ഷകരുടെ അടുത്തൊന്നും പറയാണ്ട് 3-5 ഒരാഴ്ച ഞാൻ ഒരുപാട് ടെൻഷനും തീ തിന്നിട്ടുമാണ് ഞാൻ ജീവിച്ചു ഈ വീട്ടിൽ ഞാൻ പോയത്. ഞാൻ വാടക എടുക്കുന്ന വീട്ടിൽ ഇതുപോലെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ പ്രേക്ഷകരെ കൂടെ ഒന്ന് അറിയണം ഈ അനുഭവം. ഇത് ഒരു വീട്ടിലെ വല്ലാത്തൊരു അനുഭവം. എനിക്ക് ഈ അനുഭവം പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ ഉള്ളത്, കോട്ടയത്തുള്ളത്. എനിക്ക് തോന്നുന്നു അതിനെന്തോ ഒരു കുഴപ്പം ഉണ്ടാവുമായിരിക്കുമല്ലോ. അല്ലാണ്ട് അവളവിടെ ഞാനും ഇരുന്നിട്ടില്ല, എൻ്റെ അവിടെ അവൾ ഇരുന്നിട്ടില്ല. ഞാനും അവൾ ഒറ്റ വീട്ടുകാരായിട്ട് അവളായിട്ട് ഞാൻ ഒരു ടെൻഷനുമില്ല. 3 കൊല്ലമായിട്ട് ഇവൻ കല്യാണം കഴിഞ്ഞ് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നെ നോക്കലില്ല, എനിക്കൊരു രൂപ തരില്ലോ, ഒന്നും അവൻ വിളിക്കലോ പറയലോ ഒന്നുമില്ല. കാര്യം ഇവളെ പേടിയെന്നവനെ പിന്നെ വിളിക്കാനും വിടൂല, അങ്ങനെ വിളിക്കുന്നുമില്ല. ഞാൻ വിളിച്ച് വിളിക്കുന്നില്ലേ പോട്ടെ, അവൻ തിരഞ്ഞെടുത്തിട്ട് പോയതല്ലേ.
എന്ന് പറഞ്ഞ് ഞാൻ സമാധാനത്തിൽ ജീവിച്ച് പോകുമ്പോൾ ഈ ജനുവരി 26 ഞാൻ ഒരുപാട് പേടിച്ച് ഇതുപോലെ ഞാൻ പേടിച്ച കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായി സുഹൃത്തുക്കളെ. എനിക്കിതുപോലെ ഒരു അനുഭവം എൻ്റെ വീട്ടിലുണ്ടായി. ഇതൊക്കെ അനുഭവിച്ചു. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ രാത്രി 9 മണിക്കാണ് ഈ വീഡിയോ എടുക്കുക. അപ്പോൾ അവർ പുറത്ത് പോയപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഉറപ്പ് കിട്ടുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാര്യം ഇവൾക്ക് എന്താ അസുഖമെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ പറയുന്ന ഒരു നോർമലാണെങ്കിൽ ഇങ്ങനെ ആർക്കും ചെയ്യാൻ തോന്നില്ല, ആരും ചെയ്യൂല്ല. അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചിട്ടാണ് ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. ഇപ്പോൾ കോട്ടയത്തുള്ളത് ഇനി എപ്പോൾ വരുമെന്നൊന്നും എനിക്കറിയില്ല. അല്ലെന്തോ ഉദ്ദേശിച്ചിട്ടാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. പോലീസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇടപാടുണ്ടായിട്ട് വന്നു. പിന്നെ അങ്ങനെയൊക്കെ ഒരു അനുഭവം വന്നു എനിക്ക് പേടിച്ചിട്ട്. എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് സമാധാനത്തിൽ എനിക്കിപ്പോൾ ഇവിടെ ഉറങ്ങുന്നത് തന്നെ. മറ്റേ എനിക്ക് തന്നെ ഭയങ്കര പ്രഷറും ഈ ഷുഗറും എല്ലാം കൂടിപ്പോയിനി. എന്താ ടെൻഷൻ കയറിയതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു പെണ്ണ് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. അങ്ങനെയൊക്കെ ഒരു അനുഭവം വന്നു എൻ്റെ പ്രേക്ഷകരെ. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് പറയണം, നിങ്ങളും കൂടെ ഒന്ന് അറിയണം ഞാൻ വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ട് പറയണം കേട്ടോ. ഇത് പറഞ്ഞാൽ തെറ്റാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അനുഭവം ഞാൻ പറയുന്നു. അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഇവരിവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ എവിടെ പോയി കിടക്കേണ്ടതെന്നും കൂടി എനിക്ക് തോന്നി. കാരണം നമ്മളെല്ലാവരും അടയ്ക്കുന്ന കൂട്ടില്ലേ, അവിടെ പോയിട്ട് എങ്ങനെ കിടക്കുക, അത്രയും ഞാൻ പേടിച്ച് പോയിന്ന്. അങ്ങനെ ഒരു അനുഭവം. എൻ്റെ പുതിയ വീട്ടിലേക്കാണ് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഇപ്പം ഒരു പെണ്ണിന് വേറെ നമ്മളറിയാണ്ട് കല്യാണം കഴിച്ചാൽ ഞാൻ ഇവനെ അങ്ങനെ പുറത്താക്കാൻ നോക്കിയില്ല. കാരണം പിള്ളേരും വരുമല്ലോ. അപ്പോൾ അവനെ ഒരു റൂം എടുക്കട്ടെ, അവൻ്റെ മേലെ താഴെ എടുക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഞാൻ മേലെ ഒരു 7 റൂമൊക്കെ എടുത്തത് നല്ലതാണെങ്കിൽ വന്നിട്ട് അവിടെ താമസിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ ഇങ്ങനത്തെ തരുവാണെന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ. ഞാൻ ഒരു മകനെയും പോയിട്ട് ലാസ്റ്റ് എനിക്കിവിടെ വന്നിട്ട് ഇങ്ങനെ ദുരിതവും ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇനിയും കുറേ പറയാനുണ്ട്, മുഴുവൻ പറയാനൊന്നും കഴിയില്ല. ഇപ്പോൾ ഇത് മാത്രം ഈ ദുരിതം ഇപ്പോൾ ഒരാഴ്ച ഞാൻ വേദന അനുഭവിച്ചതിൻ്റെ വേദന ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരൊന്നും അറിയട്ടെ വെച്ച് ഞാൻ പറയുന്നു. ഇനി എങ്ങനെയെങ്കിലും എൻ്റെ പുതിയ വീട്ടിലേക്ക് എനിക്ക് പോകണം. അപ്പോൾ ഇനി അവർ വരുന്ന എനിക്ക് തോന്നുന്നു, വരുമോയെന്ന് എനിക്കറിയില്ല, അവരെന്തോ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. ഇപ്പോൾ ഒരാഴ്ച ഞാൻ അനുഭവിച്ചു, 10 ദിവസം വല്ലാണ്ട് ഞാൻ അനുഭവിച്ചു. സമാധാനം ജീവിച്ച് പോകണം. പിന്നെ എല്ലാവരും എനിക്കെല്ലാവരും സൈഡാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ ആൾക്കാരും എല്ലാവരും കൂടി ഉണ്ടല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച് പോകുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് എന്നിട്ടാണ് ഇപ്പോൾ 2023 ഇപ്പോൾ ലൈഫിലൊരു വീട് കിട്ടിയതാണ്, 22. ആ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും തീരാണ്ട് അവിടെ കിടക്കുന്നത്. ഈ മാസം എങ്ങനെയെങ്കിലും ഒന്ന് പോകാമെന്ന്. ഇനിയും കുറേ പണിയും കൂടെ ഉണ്ട് അതിൽ. എന്നിട്ട് അത് മുഴുവനാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ലോണുണ്ട്, അതുകൊണ്ട് എനിക്കത് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് ഈ മകൻ വന്നുകൊണ്ടെങ്കിൽ നല്ല നിലയ്ക്കാണെങ്കിൽ ഇപ്പോൾ അവനും കൂടെ സഹായിച്ച് അത് വേഗം പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമല്ലോ എന്നല്ല എൻ്റെ മനസ്സ് അങ്ങനെ കണക്കൂട്ടി. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് ദുരിതം തരും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നു ഇപ്പോൾ. അതുകൊണ്ട് ഞാനിത് പറയുന്നത് തെറ്റാണോ ബദലെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രേക്ഷകരും കൂടെ പറയണം. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ തുടങ്ങിയ ശേഷം എനിക്കൊരു സമാധാനം സന്തോഷമെല്ലാം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഇനി എനിക്ക് സന്തോഷമുണ്ട്. അപ്പോഴേക്കാണ് ഈ മേന ഇങ്ങനെ എനിക്ക് വന്നത്. 2023 22 ഇവൻ പോയിട്ട് ഈ 3 കൊല്ലം വരെ ഒന്നും എനിക്ക് ഒരു സഹായങ്ങളോ 1 രൂപയോ എനിക്ക് തരിക, ഒരു വാടകനെ നോക്കുക, എന്നെ വിളിക്കുക പറയുന്നില്ല. ഒരു അമ്മയും സഹിക്കാൻ പറ്റാത്തൊരു വേദനയെന്ന് പോവാം. പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേദനിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പരിതാപം ഒന്നും പറയാൻ പോയിട്ടില്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് എൻ്റെ മകൻ എനിക്ക് തന്ന കൂലിയെന്ന്. ഇപ്പോൾ അങ്ങനെ പ്രേക്ഷകരെ എൻ്റെ കഥ. ഇപ്പം ഞാൻ രാത്രി 9 മണിക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നതിന്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്, ഭയങ്കര സങ്കടം. നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യമൊന്നും അങ്ങനെ പുറത്തറിയിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും മൊത്തം അറിഞ്ഞു. നമ്മളിങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണിക്ക് വരും, നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കില്ല. അതിൻ്റെ ഇടയ്ക്കൽ ഈ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പ്രശ്നം വരുമ്പോൾ ആരും നമ്മൾക്ക് എന്താ പറയുക, എല്ലാവരും അറിയുമ്പോൾ നമുക്കതൊരു വിഷമമല്ലേ. അപ്പോൾ അതുകൊണ്ട് സമൂഹം മൊത്തം എൻ്റെ കൂടെയാണ്. കാരണം എന്നെ ഒറ്റയ്ക്കിട്ടിട്ടില്ല. 3 കൊല്ലം വരെ പോയിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇവനെ കുറ്റം പറയാനില്ല, അവൾക്ക് എന്തുണ്ട് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പോൾ സ്വയം എന്തെങ്കിലും ഒരു ശരിക്കുള്ളൊരു ബുദ്ധിയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ തന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കണം, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ നോക്കി ഭേദമാക്കേണ്ടതായിട്ട് വരുന്നോന്നു. എനിക്കറിയില്ല എങ്ങനെ പോകുന്നൊന്നും.
വരുമോ എന്ന് എനിക്കറിയില്ല. മഞ്ഞശത്വത്തിലേക്ക് വരുമ്പോൾ വീഡിയോ വന്നിപ്പോൾ. കാര്യം ഇവള് ചിലപ്പോൾ നമ്മളെ കൊടുക്കാനായിട്ടുള്ളത് ചെയ്തു പറഞ്ഞാലോ പറയാൻ പറ്റില്ലല്ലോ. എന്തോ ദൈവം എന്നെ കാത്തു. ഞാൻ പണിക്ക് പോയ ശേഷമാണ് ഇവർ അലമ്പായതും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആയത്. പിന്നെ ഞാൻ ഈ 6 മണിക്ക് വന്നിട്ട് ഭക്ഷണം നോക്കുന്നില്ല, കളറും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറില്ല, വെള്ള അരിയിട്ട് ചോറ് ഞാൻ വെക്കലിപ്പോഴും. അപ്പോൾ ആ ചോറിലൊക്കെ കളർ വ്യത്യാസമുണ്ട്. കറി പിന്നെ കടലക്കറിയും വേറെ കറിയാണ് വെച്ചത്. അത് അത്ര എനിക്ക് ഇരുട്ടത് അറിഞ്ഞിട്ടില്ല, കടലയല്ല. പക്ഷേ ഈ ചോറ് കളർ മാറിയിട്ടുണ്ടായിന്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ജനുവരി 1-ാം തീയതി എനിക്ക് വന്ന അനുഭവം എൻ്റെ പ്രേക്ഷകരെയൊന്നും പറയാനും കൂടെ കിട്ടില്ല. എനിക്ക് അത്രത്തോളം ഞാൻ വേദന അനുഭവിച്ചപ്പോൾ. ഇങ്ങനെ ഒരു അനുഭവം ഏത് അമ്മമാർക്കും വരാതിരിക്കട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്ക് വന്നുപോയി. അമ്മ ആരും കുറ്റം പറയല്ല, നമ്മുടെ മകൻ ശരിയല്ല, അത്രയേ ഉള്ളൂ. അവൻ ശരിയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും നമുക്ക് ഈ അനുഭവം വരില്ലല്ലോ. അവൻ്റെ ഇഷ്ടത്തിന് പോയി കെട്ടി അതിങ്ങനെ ഇത്ര തരക്കാര്യം അവനറിയില്ല, ഞാൻ അറിഞ്ഞിട്ട് പോട്ടെ, എനിക്കറിയില്ല. വീട്ടുകാരനുസരിച്ചിട്ടില്ല. അങ്ങനെ ഒരു അമ്മയുണ്ട്, അച്ഛനില്ല, അമ്മയുണ്ടെന്നും കൂടെ അവനൊരു ബോധം ഉണ്ടായിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇപ്പം അവരുടെ ബുദ്ധിമുട്ട് അനുഭവം വയ്യാണ്ടായിപ്പോൾ 1-ാം തീയതിക്കാണ് ഇവിടെ വന്നത്. ഈ ജനുവരി പറഞ്ഞതോണം വന്നത് 26-ന്. ആവശ്യം സന്തോഷത്തിൽ വരുമ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പോൾ ഒരു കൂട്ടായി വന്ന് സന്തോഷത്തോടെ ജീവിച്ച് പൊക്കോട്ടെ വിചാരിച്ച്. അതെനിക്ക് ദുരിതമായിട്ട് തന്നെ വന്നു. ഇനിയിപ്പോൾ നന്നായിട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് എൻ്റെ പ്രേക്ഷകർക്കൊന്നും അറിയുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, തെറ്റാണ് കുറ്റമൊന്നും എനിക്കറിയില്ല കേട്ടോ.